ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, മോനെ നിനക്ക് അല്ലാഹു നല്ല വിവരം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല പണം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല ഉദ്യോഗം തന്നേക്കാ, നിനക്ക് അല്ലാഹു നല്ല ഉന്നതമായ സ്ഥാനമാനങ്ങളെ വാരിക്കോരി തന്നേക്കാ. അതിന്റെ പേരിൽ എന്റെ കിബർ ഭാര്യയോട് എടുക്കാൻ പാടില്ല മോനെ. ആ അഹങ്കാരം നിന്റെ ഭാര്യയോടെ കാണിക്കാൻ പാടില്ല മോനെ. എത്ര ഭർത്താക്കന്മാരുണ്ട് അങ്ങനെ, എത്ര ഭർത്താക്കന്മാരുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ. അല്ലാഹു തന്ന സ്ഥാനത്തിന്റെ പേരില് കുടുംബജീവിതത്തിൽ ഭാര്യയോട് അഹങ്കാരം കാണിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? ഞാൻ വലിയ ഉദ്യോഗസ്ഥനാണ്, ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വലിയവനാണെന്ന ചിന്ത ഭാര്യയോടെ കാണിക്കുന്നവരില്ലേ? ആ കുടുംബജീവിതത്തിൽ അല്ലാഹു സന്തോഷം കൊടുക്കൂല. ആ കുടുംബജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ കിബ്ർ എന്ന അഹങ്കാരം മാരക രോഗം ഹൃദയത്തിന്റെ അകത്ത് കൊണ്ട് നടക്കുന്നവരാരാ? അവരുടെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല, അവരുടെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷങ്ങളെ കൊടുക്കൂല. ദുഃഖങ്ങളാണ്, പ്രയാസങ്ങളാണ്, കണ്ണുനീരുകളാണ്, പ്രതിസന്ധികളാണ്. ഹൃദയത്തിന്റെ അകത്ത് കിബ്ർ കൊണ്ട് നടക്കുന്നവർക്ക് അല്ലാഹു സമ്മാനമായി കൊടുക്കുന്നതെന്ന് മുത്തുനബി പറയുകയാണ്. മറ്റുള്ളവരോട് അഹങ്കാരം കാണിക്കേണ്ട ചെറുപ്പക്കാരാ, അല്ലാഹു തന്ന സ്ഥാനം വെച്ചുകൊണ്ട് മറ്റുള്ളവരെ താഴ്ത്തി പറയേണ്ട ചെറുപ്പക്കാരാ, നിങ്ങളെ ഭാര്യ പാവപ്പെട്ടവളായിരിക്കാം, നിങ്ങളെ ഭാര്യ പാവപ്പെട്ട തറവാടിൽ നിന്ന് കയറി വന്നവനായിരിക്കാം, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യക്ക് സ്വത്ത് കുറവായിരിക്കാം, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യക്ക് തറവാട് കുറവായിരിക്കാം, ചെറിയ തറവാട്ടിൽ നിന്ന് കയറി വന്ന പെണ്ണായിരിക്കാം. അത് കരുതി നമ്മുടെ വേലക്കാരിയായി മാത്രം കണ്ടാൽ കിബ്ർ കാണിച്ചുകൊണ്ട്, അഹങ്കാരം കാണിച്ചുകൊണ്ട്, അഹന്തത കാണിച്ചുകൊണ്ട്, പൊങ്ങച്ചം കാണിച്ചുകൊണ്ട് ഭാര്യയുടെ മുന്നിൽ ആ സ്വഭാവം എടുത്താൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ആ കുടുംബജീവിതത്തിൽ അല്ലാഹു സമാധാനം കൊടുക്കൂല. അതുകൊണ്ടാണല്ലോ പല കുടുംബങ്ങളിലും വിള്ളൽ സംഭവിക്കുന്നത് എന്തുകൊണ്ടാ? പല കുടുംബങ്ങളിലും തെറ്റിദ്ധാരണകൾ വീഴുന്നത് എന്തുകൊണ്ടാ? പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ വരുന്നത് എന്തുകൊണ്ടാ? പല കുടുംബങ്ങളും തകർന്നടിയുന്നത് എന്തുകൊണ്ടാണ്? ചില്ലുവട്ടാരങ്ങൾ പോലെ വലിയ വലിയ കുടുംബത്തിന്റെ അകത്ത് തകർച്ചയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വിട്ടുമാറാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഹൃദയത്തിന്റെ അകത്ത് കിബ്ർ വരുമ്പോഴാണ്.